മനുഷ്യൻ്റെ ആരംഭം മുതൽ തന്നെ വാഹനങ്ങൾ നമ്മളുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയായിരുന്നു. ഉന്തുവണ്ടികൾ തൊട്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സഞ്ചരിക്കാൻ വരെ വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു യുഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സൈബർ ട്രക്ക് പോലെയുള്ള ഡ്രൈവർ ഇല്ലാതെ സഞ്ചരിക്കുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നമ്മൾക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എഞ്ചിൻ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ പെട്രോൾ ഉണ്ടായിരുന്നു, ഡീസൽ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഹൈബ്രിഡ് വന്നിട്ടുണ്ട്, പ്ലഗ് ഇൻ ഹൈബ്രിഡ് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഫ്യൂവലിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ്. പെട്രോൾ ഡീസൽ എന്നുള്ള ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വളരെയധികം കോമൺ ആയിരുന്നു. എന്നാൽ 2023-22 ആ ഒരു കാലഘട്ടം മുതൽ ഇലക്ട്രിക് ഒരു വലിയ ഒരു വിപ്ലവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ 2024-23 വർഷങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പോലും ഹൈബ്രിഡ് എന്നുള്ള ഒരു പുതിയ എലമെൻറ്റ് കൂടി നമ്മുടെ ആ ഒരു മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഇലക്ട്രിക് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉള്ളത് ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡും അതുപോലെ തന്നെ ടിയാഗോയുടെ ഇലക്ട്രിക്കുമാണ്. ബേസിക്കലി രണ്ട് വാഹനവും രണ്ട് സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളാണ്, പക്ഷേ രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഡിഫറൻറ്റ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണ് മികച്ചത്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മളിന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രിക് ഹൈബ്രിഡ് ആ ഒരു കമ്പാരിസണിലേക്ക് വരുമ്പോൾ പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ പർച്ചേസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. എന്നാൽ ഹൈബ്രിഡിലേക്ക് വരുവാണെങ്കിൽ പോലും ഹൈബ്രിഡ് എന്നുള്ള ടെക്നോളജി കുറച്ച് നാൾ മുന്നേ വരെ നമുക്ക് ലക്ഷറി വാഹനങ്ങളിൽ മാത്രമായിരുന്നു ലഭ്യമായത്. എന്നാൽ ഇപ്പോഴാണ് ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി വന്നത്. എന്നാൽ ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിലേക്കൊന്നും നമുക്ക് ഈ ഹൈബ്രിഡ് ടെക്നോളജി ലഭിക്കാറില്ല. ഇപ്പോൾ ടിയാഗോ നോക്കുകയാണെങ്കിൽ പോലും ടിയാഗോയുടെ ഇലക്ട്രിക്ക് നമ്മുടെ കോൺ റോഡ് വരുമ്പോഴത്തേന് ഏകദേശം 12 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ആ റേഞ്ചിൽ വരും. വില കൂടുന്നതിനനുസരിച്ച് റേഞ്ച് കൂടും, വില കുറയുന്നതിനനുസരിച്ച് റേഞ്ചിൻ്റെ ആ ഒരു കാര്യത്തിലുള്ള കുറവും വരും. എന്നാൽ ഹൈബ്രിഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു വാഹനം ടൊയോട്ട മാരുതിയുടെ ആ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ടൊയോട്ടയുടെ ഒരു ലൈനപ്പിലുള്ള ഒരു ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഹൈബ്രിഡ് ലഭിക്കും. അത് 16 ലക്ഷം രൂപ ഓൺ റോഡിന് നമുക്ക് ലഭിക്കുന്ന ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ഇലക്ട്രിക് ടെക്നോളജിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 12 ലക്ഷം 13 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ചെറിയൊരു വാഹനമാണ്. എന്നാൽ ആ ഒരു വിലയ്ക്ക് ഹൈബ്രിഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വലിയൊരു വാഹനം 5 പേർക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന, കുറച്ച് ഹൈറ്റ് കൂടിയ, കുറച്ച് വലിപ്പം കൂടിയ, കുറച്ചധികം സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു ഹൈബ്രിഡിൽ വരുന്നത്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് 29-30 മൈലേജ് കിട്ടുന്നുണ്ട് ഈ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക്. ആൻഡ് ഇത് ഉപയോഗിക്കുന്ന യൂസേഴ്സിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിൽ 32 മൈലേജ് കിട്ടിയ ആൾക്കാർ വരെയുണ്ട്. കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മൈലേജ് നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് കുറച്ചധികം മൈലേജ് കാഴ്ചവെക്കുന്നുണ്ട്. ഇലക്ട്രിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇനിഷ്യൽ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ കൂടുതൽ ഓട്ടമുള്ള ആൾക്കാർക്ക് ഇലക്ട്രിക് ആയിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആൾക്കാർ കൂടുതൽ പോകുന്നത് ആ ഒരു റേഞ്ചിൻ്റെ കാര്യമുള്ളത് കൊണ്ടാണ്. EVയിലാണെങ്കിൽ പോലും ഒരു ഹാർഡായിട്ട് തോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാറ്ററിയുടെ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെയധികം പെട്ടെന്ന് ഡ്രെയിൻ ആകും. ഈ ഒരു ഹൈബ്രിഡിലേക്ക് വരുവാണെങ്കിൽ പോലും ആ ഒരു സെയിം സിനാരിയോ തന്നെയാണ്. ഒരു ലീനിയർ പവർ കൊടുത്താൽ മാത്രമേ ആ ഒരു എൻജിൻ ബാറ്ററി കോമ്പിനേഷൻ കുറച്ച് കൂടുതലായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഹാർഡ് ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ EVയിലേക്ക് സ്വിച്ച് ആവില്ല, എൻജിനിൽ തന്നെയായിരിക്കും ആ ഒരു വാഹനം മുമ്പോട്ട് പോകുന്നത്. മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവ്. ബിക്കോസ് ആ ഒരു വാഹനത്തിന് എൻജിൻ വരുന്നില്ല, ഒരു ബാറ്ററിയും ഒരു മോട്ടറും മാത്രമാണ് വരുന്നത്. എന്നാൽ ഹൈബ്രിഡിലേക്ക് വരുവാണെങ്കിൽ ഇതിനൊരു എൻജിനുമുണ്ട്, പ്ലസ് ഒരു ചെറിയ ബാറ്ററി മോട്ടർ ടെക്നോളജിയുമുണ്ട്. അതായത് ഒരു പകുതി ഇലക്ട്രിക് വാഹനവും പകുതി നോർമൽ IC എഞ്ചിനുമാണ് ഈ ഒരു ഹൈബ്രിഡ് വാഹനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നോർമൽ എഞ്ചിൻ ഓയിലും കൂളൻറ്റും അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ചേഞ്ച് ചെയ്തേണ്ടതായിട്ടുള്ള പീരിയോഡിക് മെയിൻ്റനൻസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും EVക്കാണ് കുറച്ചൊരു മുൻതൂക്കം ലഭിക്കുന്നത്. ഇനി ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും EVക്കാണ് ആ ഒരു മുൻതൂക്കം വരുന്നത്. കുറച്ചുകൂടി സൈലൻ്റ് ആയിട്ടുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് എഞ്ചിൻ്റെ നോയ്സോ മറ്റു കാര്യങ്ങളൊന്നും ഒരു ഇലക്ട്രിക് വാഹനങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല. കുറച്ചുകൂടി സ്മൂത്തായിട്ട് സൈലൻ്റായിട്ട് വാഹനം കൊണ്ടുനടക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ആ ഒരു പവർ ട്രെയിനും ആ ഒരു ടെക്നോളജിയും EV വാഹനങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഹൈബ്രിഡിലേക്ക് വരുവാണെങ്കിൽ പോലും നമുക്ക് എഞ്ചിൻ്റെ നോയ്സ് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് വാഹനം എങ്ങനെയാണോ മുമ്പോട്ട് പോകുന്നത് ആ ഒരു സൈലൻസിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനിലേക്ക് സ്വിച്ച് ആവും. അങ്ങനെ വരുമ്പോൾ എഞ്ചിൻ്റെ നോയ്സ് നമുക്ക് ഉള്ളിലേക്ക് വരും. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റാണ് മറ്റൊരു മെയിൻ ഫാക്ടറായിട്ട് എല്ലാവരും പറയുന്നത്. EV വാഹനങ്ങൾ ഓഫ് കോഴ്സ് അതിനൊരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിയായിട്ടുള്ള ഒരു നേച്ചറുണ്ട്. ബിക്കോസ് ഈ ഒരു വാഹനം ഓടുന്ന സമയത്ത്, സഞ്ചരിക്കുന്ന സമയത്ത് മറ്റ് പൊല്യൂഷൻസ് ഒന്നും ചുറ്റുപാടിലേക്ക് പുറന്തള്ളുന്നില്ല. ഒരു ഡീസൽ എഞ്ചിനോ ഒരു പെട്രോൾ എഞ്ചിനോ സഞ്ചരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം ആ ഒരു പൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ എന്നെ അത് അത്രമാത്രം കൺവിൻസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു ഇലക്ട്രിക് ടെക്നോളജിയിൽ ആ ഒരു ബാറ്ററിക്ക് ഒരു ലൈഫുണ്ട്. ആ ഒരു ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഇതിൻ്റെ റീസൈക്ലിംഗ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോർമൽ വാഹനങ്ങൾ നമുക്കുള്ളൊരു ചെറിയ ബാറ്ററി ഉണ്ട്, നമ്മളിത് സ്ക്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം അത് എങ്ങോട്ട് പോകുന്നു, അതിൻ്റെ ബാക്കി സൈഡ് ഇമ്പാക്റ്റുകൾ എന്താണെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. നമ്മൾ ആ ഒരു സ്ക്രാപ്പ് ഏജൻറ്റിൻ്റെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇതിൻ്റെ ഒരു റീസൈക്ലിംഗ് ബാറ്ററിയുടെ ആ ഒരു ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ അതോ ഇത് മറ്റു രീതിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സ്റ്റിൽ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇലക്ട്രിക് വാഹനം ചൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന് വരുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ വീടുകളിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ നോർമൽ ആ ഒരു പവർ പ്ലഗിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഈ ഒരു വാഹനത്തിൻ്റെ കിലോവാട്ട് കൂടുതലാണ്, അതിൻ്റെ ഒരു ചാർജിങ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചാർജിങ് പോർട്സും അതുപോലെ തന്നെ ആ ഒരു സെപ്പറേറ്റ് കണക്ഷൻസും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് പാനലുകളിൽ നമ്മുടെ വീടുകളിൽ വയറിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോഴും ആ ഒരു കോസ്റ്റ്, വാഹനത്തിൻ്റെ ഒരു കോസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്, എന്നാലും ഇങ്ങനെ വരുന്ന പ്രിപ്പറേഷന് വേണ്ടി വരുന്ന കുറച്ചധികം കോസ്റ്റുകൾ സ്റ്റിൽ അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഹൈബ്രിഡ് വാഹനത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മറ്റൊരു കോസ്റ്റുമില്ല, വാഹനത്തിൻ്റെ കോസ്റ്റ് അവിടെ നിൽക്കും, ബട്ട് നമുക്ക് വേറെ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. നോർമൽ ഫ്യൂവൽ എങ്ങനെ വാഹനത്തിൽ ഫില്ല് ചെയ്യുന്നോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ട് നമ്മളൊരു ലോങ് യാത്ര പോവുകയാണെങ്കിൽ പോലും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ബിക്കോസ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ചാർജിങ് സെറ്റപ്പ് ഈ പറയത്തക്ക അത്ര ഡെവലപ്പ് ആയിട്ടില്ല. ഇപ്പോൾ കൊച്ചി പോലുള്ള ഒരു സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. എന്നാൽ കൊച്ചി വിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരോ അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ ചെന്നാൽ പോലും നമുക്ക് ഒരു പരിധി വരെ ചാർജിങ് സ്റ്റേഷൻസ് കിട്ടും. എന്നാൽ ഇടുക്കി അല്ലെങ്കിൽ വയനാട് ആ ഒരു റീജിയനിലേക്കൊക്കെ പോയാൽ നമുക്ക് ഈ ഒരു പറയത്തക്ക വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ലഭിക്കുന്നില്ല. ഓഫ് കോഴ്സ് അവിടെ ഉണ്ട്, പക്ഷേ അപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷനിൽ 2-3 ഗണ്ണേ ഉണ്ടാവുള്ളൂ. ആ ഒരു 3 വാഹനങ്ങൾ അറ്റ് എ ടൈം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള കുറച്ചധികം ബുദ്ധിമുട്ടുകൾ EV വാഹനങ്ങൾ ലോങ് പോകുമ്പോൾ ഉണ്ടാവും. വേറെ ഈ ഒരു ഹൈബ്രിഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഫ്യൂവൽ അടിക്കുക, നമുക്ക് പ്രീ പ്ലാൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഇതൊരു അണ്ടർ പവേർഡ് എഞ്ചിനാണ്. ഇതൊരു 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്, 118 PS പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ആൻഡ് ഇലക്ട്രിക്കിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് കുറച്ചുകൂടി നമുക്കൊരു ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടുന്ന ഒരു വാഹനമാണ്. നമുക്ക് ആ ഒരു ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഇൻസ്റ്റൻ്റായിട്ട് ഡയറക്റ്റ് നമുക്ക് ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ലഭിക്കും. എന്നാൽ ഈ ഒരു വാഹനത്തിലേക്ക് അത്ര ഒരു ഡ്രൈവിംഗ് ഫണ്ണ് വലിയൊരു ഫണ്ണ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമല്ല. പക്ഷേ ഒരു മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ട്. എന്നാൽ EVയിലേക്ക് പോകാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ട്രെയിനാണ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. 3-4 വർഷം മുന്നേ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ വളരെയധികം സബ്സിഡീസും ടാക്സ് റിബേറ്റും കൊടുത്തിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തതും അതിനെ പുഷ് ചെയ്തതും. എന്നാൽ നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിലെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് കുറച്ചധികം സബ്സിഡികൾ ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷനും ഈ ഒരു ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. 5% ടാക്സ് റിഡക്ഷനും അതുപോലെ തന്നെ 21% ഈ ഒരു കാര്യങ്ങളെല്ലാം വരുവാണെങ്കിൽ 21% പ്രൈസ് കട്ട് ഹൈബ്രിഡ് വാഹനങ്ങളിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേട്ട ന്യൂസ് ശരിയാണ്, സുസുക്കി സ്വിഫ്റ്റിലും അതുപോലെ തന്നെ ബലേനോയിലും ഹൈബ്രിഡ് ടെക്നോളജികൾ വരാൻ സാധ്യതയുണ്ട്. EVകൾ അധികം പോപ്പുലർ ആകാത്തതിൻ്റെ ഒരു കാര്യം അതിൻ്റെ ഒരു ഇനീഷ്യൽ പ്രൈസ് തന്നെയാണ്. എന്നാൽ സ്വിഫ്റ്റ് പോലൊരു വാഹനം, സ്വിഫ്റ്റ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഒരു ഇമോഷൻ തന്നെയാണ്. ആ ഒരു സ്വിഫ്റ്റ് ഹൈബ്രിഡ് ടെക്നോളജി വരുവാണെങ്കിൽ അതൊരു റെവല്യൂഷൻ തന്നെയായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ EV ആണോ ഹൈബ്രിഡ് ആണോ ഏറ്റവും ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 വാഹനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. എന്നാൽ റണ്ണിങ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ പോലും വലിയൊരു കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. ആൻഡ് നിങ്ങളുടെ വീട്ടിലൊരു സോളാർ പാനൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പോവുക. നിങ്ങളുടെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അബ്സല്യൂട്ട്ലി 0. ഇനീഷ്യൽ വാഹനത്തിൻ്റെ കോസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അല്ലായെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രിക് പാനലുകളിൽ നിങ്ങളുടെ വയറിങ്ങിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ യാത്രകൾ പ്രീ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് ചാർജിങ് സ്റ്റേഷൻ്റെ അഭാവമുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പക്ഷേ EV യൂസേഴ്സിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ചിലപ്പോൾ വിയോജിപ്പുണ്ടാകാം. ബട്ട് ഈ ഒരു വാഹനവും ഹൈബ്രിഡ് ടെക്നോളജിയും കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്ത് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. നിങ്ങൾക്കൊരു ചോയ്സ് തരികയാണ്, ഹൈബ്രിഡ് സെലക്ട് ചെയ്യുമോ അല്ലെങ്കിൽ EV സെലക്ട് ചെയ്യുമോ എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനിയിപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡും ഹൈഡ്രജൻ ഫ്യൂവലിൻ്റെ ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ വരുമ്പോഴും ഒരു ഹൈബ്രിഡ് ആണോ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.